ലാലേട്ടനൊക്കെ പറയും ഈ ആളൊന്നല്ല കേട്ടോ, ഈ ഫൈറ്റ് ഒന്നും ഇല്ലാത്ത ബാലേട്ടനായിട്ട് ഫൈറ്റ് ഉണ്ടെങ്കിൽ പേടിയാണ്, ശരിക്കുള്ള ഇടി കിട്ടും. ബാലേട്ടന് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. പിന്നെ ജയന്റെ എല്ലാ സിനിമയിലും വില്ലനായിട്ട് അല്ലെങ്കിൽ അച്ഛനായിട്ടൊക്കെ ബാലേട്ടനുണ്ടാവും. ഭരതേട്ടൻ അദ്ദേഹത്തെ വളരെ നന്നായിട്ട്, അദ്ദേഹത്തിലെ നടനെ നന്നായി ഉപയോഗിച്ചിട്ടുള്ളൊരു സംവിധായകൻ ഭരതേട്ടനായിരുന്നു. ആ സിനിമയിലെ അഭിനയത്തിന് ബാലൻ കെ നായർക്ക് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ടർ ഭരത് അവാർഡ് കിട്ടി ആ സിനിമയിലെ അഭിനയത്തിന്. ബാലൻ കെ നായർ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായിട്ടും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആണുങ്ങളുടെ കഥാപാത്രങ്ങൾ, ഇപ്പൊ ലോറി എന്ന് പറഞ്ഞ സിനിമയില് ചാട്ട ലോറി. ഞാൻ സിനിമയിൽ വരുന്നത് 1989 ഓഗസ്റ്റിലാണ്. അപ്പം അതിനു മുൻപുണ്ടായിരുന്ന, നമ്മൾ സിനിമ കണ്ട് തുടങ്ങിയ കാലത്ത് മലയാള സിനിമയിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ അപ്പോഴേക്കും കാലയവനയ്ക്ക് പുറകിലേക്ക് മറന്നിരുന്നു. പ്രേം നസീർ പോലെയുള്ള ആളുകൾ. പക്ഷെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്ന കുറേ പേരുടെ ഒരു അവസാന കാലം ഞാൻ ഈ സിനിമയിൽ വന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ചില സിനിമകളിൽ അവരോടൊപ്പമൊക്കെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അടൂർ ബാസിയൊക്കെ മരിച്ചുപോയി, പ്രേം നസീർ മരിച്ചുപോയി. അവരൊന്നും നമ്മൾ സിനിമയിൽ വന്നതിന് ശേഷം കാണാനോ പരിചയപ്പെടാനോ ഉള്ള അവസരം ഉണ്ടായിട്ടില്ല. ഉമ്മർ സാറൊക്കെ പിൽക്കാലത്താണ് മരിച്ചത്. പക്ഷെ അദ്ദേഹത്തിനെയും ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് അവരൊന്നും സജീവമല്ലാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ബഹദൂർക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കമൽ സാറിൻ്റെ ഒരു സിനിമയിൽ തൂവൽ സ്പർശത്തിൽ ബഹദൂർക്ക ഉണ്ടായിരുന്നു. അതുപോലെ ശങ്കരാടി ചേട്ടനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. പേഴ്സണൽ എക്സ്പീരിയൻസുകൾ അങ്ങനെ കുറച്ച് ആളുകളായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതിലൊരാളായിരുന്നു ബാലൻ കെ നായർ. ജോസ് പ്രകാശ് സാറ് ഞങ്ങളുള്ളപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വന്ന് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ്, ഞാൻ ഡയറക്ടറൊക്കെ ആയതിനു ശേഷമാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അപ്പോഴേക്കും അസുഖബാധിതനായി, പ്രായാധിക്യം, അങ്ങനെ സിനിമയിൽ സജീവമല്ലാണ്ടായിരുന്നു. പക്ഷെ ബാലൻ കെ നായർ അദ്ദേഹം ഞാൻ സിനിമയിൽ വരുന്ന സമയത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കോളിളക്കം എന്ന് പറയുന്ന ജയന്റെ ദാരുണമായ മരണം സംഭവിച്ച കോളിളക്കത്തിലേക്ക് വില്ലനായിരുന്നു ബാലേട്ടൻ. ബാബുമോനെ ഞാൻ കാണിച്ചു തരാം, അച്ഛനും അമ്മയും മക്കളും കണ്ടുമുട്ടാൻ തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. ബാലേട്ടന് അതിനു മുമ്പ് ഒറ്റപ്പാലത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അറിയായിരുന്നു. ബാലേട്ടന്റെ വീട് ഒറ്റപ്പാലത്തിനടുത്ത് വാടാനംകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വീടാണ്, അദ്ദേഹത്തിന്റെ വീട് അവിടെയാണ് അദ്ദേഹം. പക്ഷെ അവർ സെറ്റിൽ ചെയ്തിരുന്നത് കോഴിക്കോടായിരുന്നു. അദ്ദേഹത്തിന്റെ നാടക പ്രവർത്തനങ്ങളും വർക്ക്ഷോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാലിക്കറ്റിലായിരുന്നു. അപ്പോൾ ഒറ്റപ്പാലത്ത് ഭാര്യയും മക്കളൊക്കെ വാടാൻകുറിശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൂത്ത മകൻ അനിൽ ഒറ്റപ്പാലത്ത് ഒയാസിസ് എന്ന് പറയുന്ന, ഒറ്റപ്പാലത്ത് 2 പ്രധാന ക്ലബ്ബുകളാണ്, ഒന്ന് ഒയാസിസും ഒന്ന് ഷാഡോസും. അപ്പോൾ ഒയാസിസ് ക്ലബ്ബ് അന്ന് സജീവമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തകനായിരുന്നു അനിൽ ചേട്ടൻ. അപ്പോൾ അങ്ങനെ ഒയാസിസിൻ്റെ പ്രോഗ്രാമിനും, പിന്നെ ഒറ്റപ്പാലം NSS KPT ഹൈസ്കൂൾ, ഞാൻ പഠിച്ച സ്കൂളിൻ്റെ 75ാം വാർഷികം പ്ലാറ്റിനം ജൂബിലിക്ക് ഒക്കെ ഗസ്റ്റായിട്ട് ബാലേട്ടൻ വന്നിട്ട് ഞങ്ങളന്ന് കണ്ടിട്ടുണ്ട്. നേരിട്ട് അദ്ദേഹത്തെ ആ പ്രോഗ്രാമിന് വന്നിട്ട് കണ്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ മേഘനാഥൻ സിനിമയിൽ, പഞ്ചാഗ്നി എന്ന് പറഞ്ഞ സിനിമയിലൂടെ മേഘനാഥൻ സിനിമയിൽ വന്നു. മേഘനാഥൻ ഒരു അനിയനുണ്ടായിരുന്നു, അജയൻ എന്ന് പറഞ്ഞിട്ട്. മേഘനാഥനും അജയനും ഈ അടുത്ത കാലത്ത് അന്തരിച്ചു. അവർ രണ്ടുപേരും ഇന്നില്ല, അനിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ബാലേട്ടനെ ഞാൻ നേരിട്ട് വ്യക്തിപരമായി പരിചയപ്പെടുന്നത് കമൽ സാറിൻ്റെ വിഷ്ണുലോകം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഒരു തെരുവ് സർക്കസുകാരനായിട്ട് അഭിനയിച്ചിരുന്നു. അപ്പം അദ്ദേഹത്തിന് അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത്. വരുന്നില്ല തന്നെയാണോ നിന്റെ തീരുമാനം? നിർബന്ധിച്ച് വിളിച്ചാൽ ഞാൻ വരും. വേണ്ട, വിളിക്കരുത്. ദൈവം എനിക്ക് തന്ന വരമാണ്. വളരെ പരുക്കനായിട്ടുള്ള ഒരാള് ആയിട്ടാണ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത്. പക്ഷെ നേരിട്ട് പരിചയപ്പെടുമ്പോൾ ഉറക്കെ ചിരിക്കുന്ന, തമാശകൾ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല മനുഷ്യനാണ് ആയിട്ടാണ് എനിക്കന്ന് അദ്ദേഹത്തെ തോന്നിയത്. ബാലേട്ടൻ അതിൽ വളരെ സോബറായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പം ലാലേട്ടനൊക്കെ പറയും ഈ ആളൊന്നല്ല കേട്ടോ,
ഈ ഫൈറ്റ് ഒന്നും ഇല്ലാത്ത ബാലേട്ടനായിട്ട് ഫൈറ്റ് ഉണ്ടെങ്കിൽ പേടിയാണ്, ശരിക്കുള്ള ഇടി കിട്ടും. ബാലേട്ടന് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ ഫൈറ്റ് രംഗത്തൊക്കെ ആവേശം കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൃത്യമായി സൂക്ഷിച്ചു നിന്നില്ലെങ്കിൽ ഇടി കിട്ടും എന്നൊക്കെ അന്ന് ലാലേട്ടനൊക്കെ പറയുന്നത് ബാലേട്ടനെ ഇരുത്തിക്കൊണ്ട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാലേട്ടൻ അപ്പോൾ ഉറക്കെ ചിരിക്കും. എനിക്ക് ആ ഒരു സിനിമ മാത്രമേ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം അസുഖബാധിതനായി, സുഖമില്ലാണ്ടായി. ആ പഴയ ഭയങ്കര കരുത്തനായ ഒരാളുടെ ആ രൂപത്തിൽ നിന്ന് അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടുള്ളൊരു വൃദ്ധനായിട്ട് മാറിയതിന് ശേഷം ഒരിക്കൽ എൻ്റെ 2 സിനിമകളിൽ മേഘനാഥൻ അഭിനയിച്ചിട്ടുണ്ട്. മേഘനാഥൻ മറവത്തൂർ കനവിലും ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കൽ മേഘനാഥൻ വാടാൻ കുറിച്ചിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴി പാസ് ചെയ്തപ്പോൾ വീട്ടിലിറങ്ങിയപ്പോൾ അവിടെ വെച്ച് ബാലേട്ടനെ കണ്ടിട്ടുണ്ട്. അന്ന് രോഗഗ്രസ്തനായി ക്ഷീണിച്ച രൂപമൊക്കെ മാറിപ്പോയൊരവസ്ഥയിൽ ആയിരുന്നു അദ്ദേഹത്തെ അതാണ് അവസാനമായിട്ട് നേരിട്ട് കാണുന്നത്. പിന്നീട് അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായി. ബാലേട്ടൻ ഈ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് അദ്ദേഹം വളരെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സിനിമയിൽ പ്രധാന റോളിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഓപ്പോൾ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. MT വാസുദേവൻ നായർ സാറ് തിരക്കഥ എഴുതി K സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത ഓപ്പോൾ. ആ സിനിമയിലായിരുന്നു മേനക ആദ്യമായിട്ട് വരുന്നത്, നായികയായിട്ട് വരുന്നത്. അതിൽ മാസ്റ്റർ അരവിന്ദാണെന്ന് തോന്നുന്നു മകനായിട്ട്. അപ്പു എന്ന് പറഞ്ഞ അവനാണ് ഒരു പ്രധാന കഥാപാത്രം. അമ്മയെ ഒപ്പോളെ എന്ന് വിളിക്കുന്ന കുട്ടി. ആ സിനിമയിലെ അഭിനയത്തിന് ബാലൻ K നായർക്ക് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ടർ ഭരത് അവാർഡ് കിട്ടി ആ സിനിമയിലെ അഭിനയത്തിന്. അങ്ങനെ ഭരത് ബാലൻ K നായരായി. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു അഭിനയ ജീവിതത്തിലെ മറ്റൊരു ഫേസ് ആയിരുന്നു. ഉപ്പോ മുളകോ അടുക്കളയിലേക്ക് എന്താ വേണ്ട വെച്ചാൽ നമ്പി വിട്ട് വാങ്ങിച്ചോ. പിന്നെ കൃത്യം കണക്ക് നോക്കണം. ചെക്കന്മാർ അളവ് കുറച്ചുമായി കാശ് വെക്കും. ബാലേട്ടന് ആ കാലത്ത് അഭിനയിച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട്. ഇപ്പൊ തീക്കടൽ, കോളിളക്കം, പിന്നെ ജയന്റെ എല്ലാ സിനിമയിലും വില്ലനായിട്ട് അല്ലെങ്കിൽ അച്ഛനായിട്ടൊക്കെ ബാലേട്ടനുണ്ടാവും. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്റ്റർ SK. ഞാൻ ഒന്നും ചെയ്യില്ല. മുതലാളി ഇരിക്കണം. ഇങ്ങനെ ചൂടായാലേ ആരോഗ്യത്തിന് കേടാ. ബാലൻ K നായർ എന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ പൗരുഷത്തിന്റെ പ്രതീകമായിട്ടും റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആണുങ്ങളുടെ കഥാപാത്രങ്ങൾ. ഇപ്പൊ ലോറി എന്ന് പറഞ്ഞ സിനിമയിൽ ലോറി ഭരതേട്ടൻ അദ്ദേഹത്തെ വളരെ നന്നായിട്ട്, അദ്ദേഹത്തിലെ നടനെ നന്നായി ഉപയോഗിച്ചിട്ടുള്ളൊരു സംവിധായകൻ ഭരതേട്ടനായിരുന്നു. ഈ ലോറി എന്നൊക്കെ പറയുന്നത് ആ കാലത്തെ നമ്മളുടെ ആ കാലത്തെ ഈ ന്യൂ ജനറേഷൻ സിനിമകളായിരുന്നു. ലോറി പ്രതാപ് പോത്തൻ സാറും ബാലേട്ടനും ഒക്കെ ഉള്ള അച്ഛൻ കുഞ്ഞ് ഒക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകളാണ്. അതൊക്കെ എന്നും നമ്മുടെ മനസ്സിലുള്ള സിനിമകളാണ്. നീ വേലാണ്ടിയെ കണ്ടില്ല? കണ്ടു ആവശ്യപ്പെട്ട നീ അവനെ കണ്ടോ? അവന്റെ മോളെ കണ്ടോ? നാളെ നിങ്ങൾ തന്നെ പറയും. ഇറങ്ങിപ്പോടും. നിനക്ക് ഇപ്പഴേ പൊത്തി തോന്നില്ലടാ. ബാലേട്ടൻ കൊടും ക്രൂരനായിട്ടുള്ള വില്ലനായിട്ടും വളരെ സ്നേഹമുള്ള നാട്ടുമ്പുറത്തുകാരനായിട്ടും നിഷ്കളങ്കനായിട്ടുള്ള നാട്ടുമ്പുറത്തുകാരനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കലിക എന്ന് പറഞ്ഞിട്ട്, അത് ഈ പുതിയ തലമുറയ്ക്കൊന്നും ഓർമ്മയുണ്ടാവാൻ വഴിയില്ലാത്തൊരു സിനിമയാണ് കലിക സംവിധാനം ചെയ്തത് ബാലേന്ദ്ര മേനോനാണ്. മോഹനചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുടെ കലിക എന്ന പേരിലുള്ള ഒരു ഹൊറർ നോവലാണ് കലിക എന്ന് പറയുന്ന, മാന്ത്രിക നോവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കലിക എന്ന് പറഞ്ഞ സിനിമയുടെ ബേസ്. അതിൽ ജമാലിനെ മറ്റോ പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര കഥാപാത്രം ബാലേട്ടൻ ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബാലേട്ടൻ്റെ ആ കഥാപാത്രം ഭയങ്കര, അന്ന് ആ കാലത്ത് ബാലേട്ടൻ ചെയ്തിട്ടുള്ള റോളുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള റോളാണ്. ഒരിക്കൽ കൂടി നിനക്ക് ആ ശബ്ദം കേൾക്കാൻ ശ്രമിച്ചൂടെ? അങ്ങനെ ശ്രമിച്ചുകൊണ്ടായില്ലേക്കാക്ക്. ഇന്നലെ തന്നെ എനിക്കത് കേൾക്കാൻ കഴിഞ്ഞത് ഒരു നിമിത്തം കൊണ്ടാണ്. ബാലേന്ദ്ര മേനോൻ സാറിന്റെ സിനിമകളിൽ ആ കാലത്ത് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രേം നസീർ
അതുവരെ അഭിനയിച്ച പോലെയല്ല, അഭിനയിച്ച തരം കഥാപാത്രമല്ല. കാര്യം നിസ്സാരത്തിലും പ്രശ്നം ഗുരുതരത്തിലും, രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള മനോഹരമായ നസീർ സാറിൻ്റെ പെർഫോമൻസുകളുള്ള സിനിമകളായിരുന്നു. അതുപോലെ ബാലേട്ടൻ്റെ മനോഹരമായ പെർഫോമൻസ് ഉള്ള സിനിമയായിരുന്നു കലിക. കലികയിൽ നായകൻ സുകുമാരൻ സാറായിരുന്നു. ഷീലാമ്മയായിരുന്നു കലിക എന്ന് പറയുന്ന ആ സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. അതിൽ ഞെട്ടിക്കുന്ന ഒരുപാട് സീനുകളുണ്ട്. ആ സീനിൽ ബാലേട്ടൻ്റെ ഇമേജിനെ, ആ കാലത്ത് ബാലേട്ടൻ്റെ ഇമേജിനെ കൃത്യമായിട്ട് മേനോൻ സാറ് യൂസ് ചെയ്ത ഒരു സിനിമ കൂടിയായിരുന്നു കലിക. നാളെ മുതൽ ആഹാരം നമ്മൾ ഇവിടെ പാകം ചെയ്യണം. പാചകത്തിന്റെ ഏർപ്പാട് സദൻ ഏറ്റെടുത്തിരിക്കുകയാണ്. പിന്നെ കടയിൽ പോക്കും മറ്റും പൊടിയേണ്ടതാണ്. കറിയായി ഒന്നിനും ഉപദ്രവിച്ചുകൂടാ. ബാലേട്ടൻ്റെ കുറേ സിനിമകൾ, ഈ സ്ഫോടനം, ശശിയേട്ടൻ്റെ സിനിമകൾ, അതുപോലെ ശശിയേട്ടൻ്റെ സിനിമകളിൽ ബാലേട്ടന് നല്ല റോളുകളാണ്. അവരൊക്കെ ഈ കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർക്കൊക്കെ പരസ്പരം നന്നായിട്ട് പേഴ്സണലായിട്ട് അറിയാം. അപ്പോൾ ആ അവരുടെ റിയൽ സ്വത്വത്തിനോട് ചേർന്ന് നിൽക്കുന്ന കഥാപാത്രങ്ങൾ അവരൊക്കെയാണ് ബാലേട്ടന് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ അധികവും ചെയ്തിട്ടുള്ളത് ഈ കോട്ടും പൈപ്പും മധ്യ ഗ്ലാസും ഒക്കെ ആയിട്ട് വരുന്ന വില്ലൻ മുതലാളി കഥാപാത്രങ്ങളായിരുന്നു. നൂനോ ഹണിമൂൺ ക്വാർട്ടേഴ്സിൽ വെച്ചാകരുത്. ഗുൽമാർഗ്, സോനാമാർഗ്, മുഗൾ ഗാർഡൻസ് എല്ലാം കൊണ്ടുപോയി കാണിക്കും. പണമില്ലാത്തോണ്ട് നമ്മളെ മോൾ കല്യാണം മുടങ്ങൽ ചെന്നാൽ മതി. പണക്കിന് പുല്ലാണ് ഈ ഒരു മുഴുവൻ ഞാൻ മേടിക്കൽ കൊടുക്കാന്ന് പറ. അല്ല അപ്പൊ നീ എങ്ങനെയാടാ കയ്യ? വണ്ടിപ്പണി മാത്രമേ എടുക്കുന്നില്ല. കൈത്തണ്ടയ്ക്ക് വില ഉള്ളിടത്തോളം കാലം ചന്ദ്രു ജീവിക്കും. നീ ചൂടാവാതടോ.